Chapter 11 Conic Sections. Parabola continued. Find the equation of the parabola with focus 2, 0 and directrix x is equal to -2. Here we have to find the equation of the parabola with focus 2, 0 and directrix x is equal to -2. ഫോക്കസോ ഡയറക്ട്രിക്സോ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ തന്നെ ഏത് സ്റ്റാൻഡേർഡ് ഫോമിലാണ് പരാബോള വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ഫിഗർ ഒന്ന് വരച്ചു കാണിക്കാം. ഫോക്കസ് 2, 0 ആണ്. നമുക്കറിയാം 2, 0 എന്ന് പറയുന്ന പോയിന്റ് എക്സ് ആക്സിസിലായിരിക്കും വരിക. കാരണം ഇതിൻ്റെ y കോർഡിനേറ്റ് 0 ആണ്. എക്സ് കോർഡിനേറ്റ് +2 ഏകദേശം ഇവിടെയായിട്ട് വരും. ഇതായിരിക്കും ഇതിൻ്റെ ഫോക്കസ്. ഓക്കെ, ഇനി നമുക്കറിയാം ഫോക്കസ് പരാബോളയ്ക്ക് അകത്തായിരിക്കും വരിക. അപ്പോൾ പരാബോള ഈ ഫോക്കസിന് പുറത്തായിട്ട് ഈ ഷേപ്പിൽ വരും. ദാറ്റ് മീൻസ് ദ റിക്വയർഡ് ഇക്വേഷൻ ഓഫ് ദ പരാബോള ഈസ് സിമെട്രിക് അബൌട്ട് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ എക്സ് ആക്സിസ്. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ എക്സ് ആക്സിസ് ആക്സിസായിട്ട് വരുന്ന പരാബോളയാണ് നമുക്ക് വേണ്ടത്. ദ ഇക്വേഷൻ ഓഫ് ദാറ്റ് പരാബോള ഈസ് y square is equal to 4ax. Also, we know that the focus of the parabola y square is equal to 4ax is a0 and it is given that the focus is 2, 0. Therefore, a is equal to 2. Therefore, equation of the parabola is y square is equal to 4 into ax, 2x, 4 into 2x. That is, y square is equal to 8x. Find the equation of the parabola with focus 0, -3 and directrix y is equal to 3. ഫോക്കസ് 0, -3 ഡയറക്ട്രിക്സ് y is equal to 3 ആയിട്ടുള്ള പരാബോളയുടെ ഇക്വേഷനാണ് വരേണ്ടത്. നമുക്ക് ഇതിൻ്റെ ഒരു റഫ് ഫിഗർ ആദ്യമായി വരയ്ക്കാം. ഫോക്കസോ ഡയറക്ട്രിക്സോ ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് റഫ് ഫിഗർ വരയ്ക്കാം. ഫോക്കസ് പരാബോളയ്ക്കുള്ളിലും ഡയറക്ട്രിക്സ് പരാബോളയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ് വരുന്നത്. ഓക്കെ, ഫോക്കസ് തന്നിരിക്കുന്നത് 0, -3 ആണ്. 0, -3 എന്ന് പറയുന്നത് y ആക്സിസിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിൽ വരുന്ന ഒരു പോയിന്റ് ആണ്. എക്സ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് ഈ പോയിന്റ് y ആക്സിസിലായിരിക്കും വരിക. -3 വരുന്നത് കൊണ്ട് y ആക്സിസിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും വരിക. 0, -3. ഇനിയും ഫോക്കസ് കവർ ചെയ്യത്തക്ക വിധം പരാബോള വരയ്ക്കുക. പരാബോളയ്ക്കകത്തായിരിക്കും ഫോക്കസ് വരുന്നത്. അല്ല, ഇവിടെ ഡയറക്ട്രിക്സ് ഇവിടെ ആദ്യം വരച്ചിരുന്നെങ്കിൽ പരാബോളയ്ക്ക് പുറത്ത് ഡയറക്ട്രിക്സ് വരത്തക്ക വിധം പരാബോള വരച്ചാലും മതി. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദിസ് പരാബോള, അതായത് y ആക്സിസിൻ്റെ നെഗറ്റീവ് ഡയറക്ഷൻ ആക്സിസായിട്ട് വരുന്ന പരാബോള എക്സ് സ്ക്വയർ ഈസ് -4ay. ഇക്വേഷൻ ഓഫ് ദ പരാബോള ഈസ് x square is equal to -4ay, and we know that the focus of the parabola x square is equal to -4ay is 0, -a, and given that the focus is 0, -3. ഈ പരാബോളയുടെ ഫോക്കസ് 0, -a ആണെന്ന് നമുക്ക് അറിയാം. അത് 0, -3 ആണെന്ന് തന്നിട്ടുണ്ട്. Therefore, -a is -3 or a is equal to 3. Therefore, equation of the parabola is x square is equal to -4 into a, 3 into y. That is, x square is equal to -12y is the equation of the parabola. Find the equation of the parabola with vertex 0, 0 and focus -3, 0. കണ്ടുപിടിക്കാനുള്ള പരാബോളയുടെ വെർട്ടെക്സ് 0, 0 ആണ്. ഫോക്കസ് -3, 0 ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള 4 സ്റ്റാൻഡേർഡ് ഫോംസിലും പരാബോളയുടെ വെർട്ടെക്സ് 0, 0 തന്നെയായിരുന്നു. ഫോക്കസ് കിട്ടിയാൽ നമുക്ക് പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോം അറിയാൻ സാധിക്കും. ഓക്കെ, ഫോക്കസ് ഓഫ് ദ പരാബോള ഈസ് -3, 0. ഈ പോയിന്റിൻ്റെ y കോർഡിനേറ്റ് 0 ആണ്. അത് കാരണം ഈ പോയിന്റ്
ആക്സിസിലായിരിക്കും. എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ -3 ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും. അപ്പോൾ ഇതിനെ കവർ ചെയ്ത് നമ്മൾ പരാബോള വരച്ചാൽ, അതായത് ഫോക്കസ് ഉള്ളി വരത്തക്ക വിധം പരാബോള വരച്ചാൽ നമുക്ക് കിട്ടുന്ന പരാബോളയുടെ ഷേപ്പ് ഇതായിരിക്കും. ആൻഡ് വി നോ ദാറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ പരാബോള വിത്ത് ആക്സിസ് നെഗറ്റീവ് ആക്സിസ് ഓഫ് ദ നെഗറ്റീവ് എക്സ് ആക്സിസ് ഈസ് y² ഈസ് ഈക്വൽ ടു -4ax. നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ എക്സ് ആക്സിസ് ആക്സിസായിട്ട് വരുന്ന പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോം y² ഈസ് ഈക്വൽ ടു -4ax ആണ്. y² ഈസ് ഈക്വൽ ടു -4ax എന്ന പരാബോളയുടെ ഫോക്കസ് അത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് -a0 and is given that the focus is -30. Therefore, a is equal to 3. Equation of the parabola is y² is -4 into a into x. That is y² is equal to -12x. Find the equation of the parabola with vertex 0, 0 and focus 0, 2. The vertex of the required parabola is 0, 0 and the focus is 0, 2. Focus 0, 2 ആയിട്ട് വരുന്ന പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോം ഏതാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാം. 0, 2 ഈസ് എ പോയിന്റ് ഓൺ ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ y ആക്സിസ്. അത് ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും. എക്സ് കോർഡിനേറ്റ് 0യും വൈ കോർഡിനേറ്റ് +2 ആണെങ്കിൽ ഫോക്കസ് വൈ ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ വരും. ഇതിനെ കവർ ചെയ്ത് നമ്മൾ പരാബോള വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു പരാബോളയായിരിക്കും. ഈ പരാബോളയുടെ പ്രത്യേകത ഇതിൻ്റെ ആക്സിസ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ വൈ ആക്സിസ് ആണ്. Therefore, its standard form is x² is equal to 4ay. x² is equal to 4ay എന്ന പരാബോളയുടെ ഫോക്കസ് 0a ആണ്. Therefore, 0a is 0, 2 and a is equal to 2. Therefore, the equation of the parabola becomes x² is equal to 4 into 2 into y. That is x² is equal to 8y. Find the equation of the parabola which is symmetric about the y-axis and passes through the point 2, -3. The required parabola is symmetric about the y-axis. That means axis of the parabola is y-axis. നമുക്ക് കണ്ടുപിടിക്കാനുള്ള പരാബോളയുടെ ആക്സിസ് y-ആക്സിസ് ആണ്. ആക്സിസ് y-ആക്സിസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ y-ആക്സിസോ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ y-ആക്സിസോ ആകാം. അതായത് ആക്സിസ് y-ആക്സിസ് ആയിട്ട് വരുന്ന 2 വിധത്തിലുള്ള പരാബോളാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ വരച്ച് കാണിക്കാം. ഇതാണ് y-ആക്സിസ്. y-ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിലുള്ള പരാബോളയാകാം, അല്ല എങ്കിൽ y-ആക്സിസിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിൽ വരുന്ന പരാബോളയാകാം. അപ്പോൾ ദ പരാബോള ഈ സിമെട്രിക് അബൌട്ട് ദ y-ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ അപ്പർ പോർഷനിലുള്ള പരാബോളയോ ലോവർ പോർഷനിലുള്ള പരാബോളയോ ആക്കാം. അതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ ഒരു കണ്ടീഷനൂടെ തന്നിട്ടുണ്ട്. The parabola passes through the point 2, -3. പരാബോള 2, -3 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. 2, -3 എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരും എന്ന് ആലോചിക്കാം. എക്സ് കോർഡിനേറ്റ് 2 ദാറ്റ് ഈസ് പോസിറ്റീവ്, വൈ കോർഡിനേറ്റ് ഈസ് നെഗറ്റീവ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും വൈ കോർഡിനേറ്റ് നെഗറ്റീവുമായിട്ട് വരുന്ന ഒരു പോയിന്റ് 4th ക്വാഡ്രന്റിലാവും വരിക. x2ഉം y -3 ആകുന്ന പോയിന്റ് 4th ക്വാഡ്രന്റിലാകാം. 4th ക്വാഡ്രന്റിലാണ് വരുന്നത്. അപ്പോൾ പരാബോള 2, -3 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് വൈ ആക്സിസായിട്ട് വരുന്ന പരാബോള ആയിരിക്കണം നമുക്ക് വേണ്ടത്. ഒരു പ്രാവശ്യം കൂടെ പറയാം.
ദ പരാബോള ഈസ് സിമെട്രിക് അബൌട്ട് ദ വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ വൈ ആക്സിസോ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ വൈ ആക്സിസോ ആക്കാം. പക്ഷേ നമ്മുടെ പരാബോള 2-3യിൽ കൂടെ പാസ് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ വൈ ആക്സിസായിട്ട് വരുന്ന പരാബോള തന്നെ വേണം. ആക്സിസ് വൈ ആക്സിസായിട്ട് വരുന്ന 2-3യിൽ കൂടെ പാസ് ചെയ്യുന്ന പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോം ഇതാണ്. വി നോ ദാറ്റ് ഇക്വേഷൻ ഓഫ് ദിസ് പരാബോള ഈസ് എക്സ് സ്ക്വയർ ഈസ് -4ay. ഇനിയും എ കണ്ടുപിടിക്കാൻ ഫോക്കസോ ഡയറക്ട്രിക്സോ തന്നിട്ടില്ല, മറിച്ചൊരു പോയിന്റാണ് തന്നിരിക്കുന്നത്. ഈ പോയിന്റ് ഈ പരാബോളയിലെ പോയിന്റ് ആയതുകൊണ്ട് ഈ എക്സും വൈയും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഈ എക്സിന്റെ വാല്യൂവും വൈയുടെ വാല്യൂവും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. സിൻസ് ഇറ്റ് പാസസ് ത്രൂ (2-3), we can substitute 2 for x and -3 for y. എക്സിന് 2 എന്നും വൈക്ക് -3 എന്നും കൊടുക്കാം. -4a into -3. That is 4 is equal to 12a. a is equal to 4/12. That is 1/3. Therefore, equation of the parabola is x square is equal to -4 into a 1/3 into y. x square is -4/3y. ശ്രദ്ധിക്കുക, പരാബോള ഏത് ഭാഗത്തൂടെ കടന്നു പോകുന്നു എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ആക്സിസും തന്നിരിക്കുന്ന പോയിന്റുമാണ്. അതിനുശേഷം തന്നിരിക്കുന്ന പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് എയുടെ വാല്യൂ കിട്ടുന്നത്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പരാബോള വിത്ത് വെർട്ടെക്സ് 0, 0 പാസിംഗ് ത്രൂ 2, 3 ആൻഡ് ആക്സിസ് അലോങ് എക്സ് ആക്സിസ്. വെർട്ടെക്സ് ഓഫ് ദ റിക്വയർഡ് പരാബോള ഈസ് 0, 0. നമ്മൾ പഠിച്ചിട്ടുള്ള 4 സ്റ്റാൻഡേർഡ് ഫോംസിൻ്റെയും വെർട്ടെക്സ് 0, 0 ആണ്. പാസിംഗ് ത്രൂ ദ പോയിന്റ് 2, 3. 2, 3 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെയാണ് പരാബോള പാസ് ചെയ്യുന്നത്. അതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, എക്സ് ആക്സും വൈ ആക്സും വരച്ചു. 2, 3 is a point in the first quadrant. എക്സും വൈയും പോസിറ്റീവാണ്. എക്സ് 2, വൈ 3 ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ ഈ 2, 3യിൽ കൂടെ പാസ് ചെയ്യുന്ന 2 പരാബോളാസ് ഉണ്ട്. ഞാൻ വരച്ച് കാണിക്കാം. ഇങ്ങനെ പോകുന്ന പരാബോള 2, 3യിൽ കൂടെ പാസ് ചെയ്യും. അതുപോലെ ഈ പരാബോളയും 2, 3യിൽ കൂടെ പാസ് ചെയ്യും. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് തന്നാൽ അതുവഴി പാസ് ചെയ്യുന്ന 2 പരാബോളാസ് ഉണ്ടാവും. ഇതാണ് 2, 3. 2, 3 ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. പക്ഷേ ഫസ്റ്റ് ക്വാഡ്രന്റിൽ കൂടെ കടന്നു പോകുന്ന 2 പരാബോളാസ് ഉണ്ട്. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ വൈ ആക്സിസ് ആയിട്ട് വരുന്ന പരാബോള, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ എക്സ് ആക്സിസ് ആയിട്ട് വരുന്ന പരാബോള. അപ്പോൾ 2, 3യിൽ കൂടെ പാസ് ചെയ്യുന്ന 2 പരാബോളാസ് ഉണ്ട്. ഇതിലൊന്ന് നമുക്ക് ഫിക്സ് ചെയ്യണം. ഒരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്, ആക്സിസ് അലോങ് ദ എക്സ് ആക്സിസ്. എക്സ് ആയിട്ട് വരുന്ന പരാബോള ഈ 2 എണ്ണത്തിൽ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ഈ പരാബോളയാണ്. അപ്പോൾ നമുക്ക് മറ്റേ പരാബോള ഒഴിവാക്കാം. ഓക്കെ, ആക്സിസ് എക്സ് ആക്സിസ് ആണെന്ന് കിട്ടിയപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു പരാബോള കിട്ടി. അതായത് 2, 3യിൽ കൂടെ പാസ് ചെയ്യുന്ന 2 പരാബോള ഉണ്ടായിരുന്നു. അതിൽ എക്സ് ആക്സിസ് ആയിട്ട് വരുന്ന പരാബോള സെലക്ട് ചെയ്തു. ആൻഡ് വി നോ ദാറ്റ് ഇക്വേഷൻ ഓഫ് ദിസ് പരാബോള ഈസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax. എ കണ്ടുപിടിക്കാനോ ഫോക്കസോ ഡയറക്ട്രിക്സോ ഇല്ല. ഒരു പോയിന്റാണ് തന്നിരിക്കുന്നത്. നമ്മൾ എന്തായിരിക്കും ചെയ്യുക? പോയിന്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സിൻസ് ഇറ്റ് പാസസ് ത്രൂ 2, 3, എക്സിന് 2 എന്നും വൈക്ക് 3 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore, y square 3 square is equal to 4a into x is 2. 9 is equal to 8a. A is equal to 9/8. Therefore, the equation of the parabola is y square is 4ax. 4 into a is 9/8 into x. That is y square is equal to 9 divided by 2x.
Equation of the parabola given in the figure is y square is equal to 8x. First part, find the focus and length of the latus rectum of the parabola. Second part, the latus rectum of the parabola is a chord to the circle centered at origin as shown in the figure. Find the equation of the circle. ഈ പ്രോബ്ലത്തിൽ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗറിൽ തന്നിരിക്കുന്നത് സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ, കൂടാതെ ഈ സർക്കിളിൻ്റെ ഒരു കോഡാണ് AB. അത് ലാറ്റസ് റെക്റ്റമായിട്ട് വരുന്ന ഒരു പരാബോളയും ഇവിടെ തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ. ആ സർക്കിളിൻ്റെ ഒരു കോഡ് ലാറ്റസ് റെക്റ്റമായിട്ട് വരുന്ന ഒരു പരാബോളയും തന്നിട്ടുണ്ട്. കൂടാതെ തന്നിട്ടുണ്ട് ഇക്വേഷൻ ഓഫ് ദ പരാബോള ഈസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 8x. പരാബോളയുടെ ഇക്വേഷൻ y സ്ക്വയർ ഈസ് ഈക്വൽ ടു 8x എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഫൈൻഡ് ദ ഫോക്കസ് ആൻഡ് ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം ഓഫ് ദ പരാബോള. ശ്രദ്ധിക്കുക, ഈ പരാബോളയുടെ ലാറ്റസ് റെക്റ്റം AB ആയതുകൊണ്ട് ഈ പോയിന്റ് ഫോക്കസ് ആയിരിക്കും. കാരണം ലാറ്റസ് റെക്റ്റം ഫോക്കസിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നതും ആക്സിസിന് പെർപെൻഡിക്കുലർ ആയതും പരാബോളയെ രണ്ട് എൻ പോയിന്റ്സ് പരാബോളയിൽ വരുന്നതുമായ ലൈനാണ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ലാറ്റസ് റെക്റ്റം AB ആണെങ്കിൽ ഈ പോയിന്റ് ആയിരിക്കും ഫോക്കസ്. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിലാണ്. ദെയർഫോർ A0. ഓൾസോ y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4AX എന്നതാണ് ഈ പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോം. ദെയർഫോർ 4A ഈസ് ഈക്വൽ ടു 8. A ഈസ് ഈക്വൽ ടു 8/4, ദാറ്റ് ഈസ് 2. ദെയർഫോർ ഫോക്കസ് ഈസ് 2, 0. Length of the latus rectum is 4A, that is 4 into 2, 8. ഈ പ്രോബ്ലം ചെയ്യാൻ ഈ ഫിഗറിൻ്റെ ആവശ്യമില്ല. y സ്ക്വയർ ഈസ് ഈക്വൽ ടു 8x എന്ന് പറയുന്ന പരാബോളയുടെ ഫോക്കസും ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത്തും അല്ലാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സെക്കൻഡ് പാർട്ടിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഒറിജിൻ ആയതുകൊണ്ട് റേഡിയസ് അറിഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ റേഡിയസ് വരയ്ക്കുകയാണ്. ഇത് O ആണെങ്കിൽ Oയിൽ നിന്ന് B വരെയുള്ള അകലമാണ് റേഡിയസ്. ശ്രദ്ധിക്കുക, ലാറ്റസ് റെക്റ്റത്തിൻ്റെ ടോട്ടൽ ലെങ്ത് 8 ആണ്. അങ്ങനാണെങ്കിൽ അപ്പർ പോർഷൻ 4ഉം ലോവർ പോർഷൻ 4ഉം 4ഉം 8. ഓക്കെ, ലാറ്റസ് റെക്റ്റം ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് ABയുടെ ലെങ്ത് 8 ആയതുകൊണ്ട് ഓരോ സെഗ്മെൻറ്റും 4 വെച്ച് വരും. ഇനി ഇത് ഫോക്കസ് 2, 0 എന്ന് പറയുന്ന പോയിൻ്റാണ്. ഈ അകലമാണ് 2. 2, 0 എന്ന് പറയുമ്പോൾ ഈ അകലം 2 ആണ്. ഈ പോയിന്റ് നമ്മൾ C എന്ന് പേര് കൊടുത്താൽ ഫ്രം റൈറ്റ് ട്രയാങ്കിൾ OCB OC is equal to 2. കാരണം C എന്ന് പറയുന്നത് ഫോക്കസ് ആണ്, അതിൻ്റെ കോർഡിനേറ്റ്സ് 2, 0 ആണ്. OC2. BC is equal to 4. AB ലാറ്റസ് റെക്റ്റം, അതിൻ്റെ ലെങ്ത് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ BC എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് 4 വരും. ഇനി ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, കാരണം ലാറ്റസ് റെക്റ്റം ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് ഇങ്ങനെ പറയാം, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ദാറ്റ് ഈസ് OC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈസ് ഈക്വൽ ടു OB സ്ക്വയർ. OC square plus BC square is equal to OB square, and OB is the radius of the circle. Therefore 4 plus OC is 2, 2 square 4 plus BC is 4, BC square 16 is equal to OB square. Therefore OB square is equal to 20 and OB is equal to root 20. That is the radius of the circle R. Now, equation of the circle with the center at origin and radius R. Equation of the circle with the center at origin and radius R is
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ദാറ്റ് ഈസ് x square plus y square is equal to root 20 square, that is 20. That is the equation of the circle. Important question ആണ്.